പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നു. ദൈവം യോശുവയോട് പറഞ്ഞ ഒരു വാക്കാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോശുവയോട് ദൈവം ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് യോശുവയെ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണമെന്ന് അതിൻ്റെ മൂലത്തെ വാക്യത്തിൽ പറയുന്നു. ആ വാക്യം കൂടെ ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയോട് ദൈവം പറയുന്നു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ദൈവം പറയുകയല്ല. ദൈവം ഒരു വലിയ വാഗ്ദത്തം, ഒരു പ്രോമിസ് യോശുവയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. യോശുവയോട് ദൈവം പറഞ്ഞ ആ പ്രോമിസ് എന്താണ് ഇവിടെ പറയുന്നത്? ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒന്നാമത്തെ പ്രോമിസ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 2, ഞാൻ നിന്നെ കൈവിടുകയില്ല. 3, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ 3 വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടാണ് ദൈവം യോശുവയോട് പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽവേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് പല മേഖലകളിലും നമ്മൾ വ്യാകുലപ്പെട്ടിരിക്കുക. കാരണം ഇന്ന് വരെ നമ്മളോട് ആരും ഒരു നല്ല ഉറപ്പ് പറഞ്ഞിട്ടില്ല. നമ്മളോട് ധൈര്യത്തോടെ ഇരിക്കാൻ അവരൊരു മനസ്സോടെ അവർ പറഞ്ഞിട്ടില്ല. നോക്കാമെന്നും അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ ഒരു സംശയബുദ്ധിയോടുകൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ആരെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പലപ്പോഴും നാം ചെയ്യുന്ന കാര്യത്തിലോ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളിലോ നമുക്ക് വലിയ ഉറപ്പും വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ മാനുഷികമായ വാക്കുകളേക്കാൾ അപ്പുറമായി ദൈവികമായ വാക്കിന് നാം ഇന്ന് പകൽവേളയിൽ ഒന്ന് വില കൊടുത്താണ്. സ്തോത്രം. യോശുവയോട് ദൈവം പറയുന്നു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അതിന്റെ കാരണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ കൈവിടാത്ത ദൈവമാണ്. ഇന്ന് പകൽവേളയിൽ നമ്മളെ കൈവിടാത്ത, നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് ഞാൻ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ നല്ലൊരു ഉറപ്പുണ്ടാകട്ടെ. ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ നമ്മളിൽ നിന്നും മാറി അവരുടെ ജീവിതങ്ങൾ മാറ്റി നയിച്ചാലും ദൈവം നമ്മുടെ കൂടെ കാണും. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് വരുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ കൈവിട്ടിട്ട് പോകുന്നത്. എന്നാൽ ഒരു നാൾ നമ്മളെ ഉപേക്ഷിക്കുകയില്ലെന്ന്, കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം, ആ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ധൈര്യപ്പെടുന്നത്? മനസ്സിനെ ഒന്ന് ഉറപ്പിച്ചേ, ഹൃദയത്തെ ഒന്ന് സന്തോഷത്തിലേക്ക് നയിച്ചേ. പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ, സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽവേളയിൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ വേദനകളിലും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും, നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരും ഇറങ്ങി വരാത്തടത്തേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം, മിസ്രൈമിലെ കഷ്ടതയിൽ കിടന്നതായി ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആരും സാധിക്കാതിരുന്നപ്പോൾ, അവരെല്ലാവരും മടിയുള്ളവരായി തീർന്നപ്പോൾ, ദൈവം തന്റെ ദാസനായ മോശയെ ധൈര്യത്തോടെ അവിടേക്ക് പറഞ്ഞു വിടുവാൻ ഇടയായതിന്റെ കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമാണ്. ആകയാൽ ഈ പകൽക്കാലം നമ്മുടെ മനസ്സിനെ ഒന്ന് ഉറപ്പിച്ചേ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ അവിശ്വാസം മാറ്റി ഒന്ന് ഉറപ്പോടൊന്ന് പ്രാർത്ഥിച്ചേ, നമ്മുടെ ആരാധനയിൽ അവിശ്വാസം മാറ്റി ഒന്ന് ഉറപ്പോടൊന്ന് ആരാധിച്ചേ. ദൈവജനത്തിൽ മറ്റൊരു ഭാഗത്ത് പറയാൻ, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. പ്രതികൂലങ്ങൾ കാണുമ്പോൾ നമ്മൾ അധൈര്യപ്പെട്ട് കഴിഞ്ഞാൽ ശത്രു അവിടെ വിജയം കൈവരിക്കും. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ തകർത്ത് കളയുവാൻ ദാവീദിന്റെ മേൽ ലഭിച്ചത് ദൈവികമായ ഉറപ്പാണ്, ദൈവികമായ ധൈര്യമാണ്. അതാ ദാവീദ് പറഞ്ഞത്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. കാരണം ആ ദൈവത്തിന്റെ സ്നേഹമാണ്, ആ ദൈവത്തിന്റെ ശക്തിയാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതാണ് ദാവീദിന്റെ ഉറപ്പ്. ഇന്ന് പകൽവേളയിൽ നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? നമ്മുടെ മനസ്സിനകത്തൊരു ഉറപ്പ് വേണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ തീച്ചുളയിൽ കൂടെ പോകും, ഞാൻ പേടിക്കത്തില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എനിക്ക് സങ്കടം വരും, പ്രയാസം വരും, തളർച്ച വരും, തകർച്ച വരും, എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് വേദനകൾ വരും. പക്ഷെ അതിന്റെ മധ്യത്തിലൊക്കെ ഞാൻ ധൈര്യത്തോടെ നിൽക്കും, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ പകൽവേളയിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിന്നെ തള്ളിക്കളയാതെ നിന്നെ മാറോട് ചേർത്ത് പിടിച്ചൊരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരു അമ്മയുടെ വാത്സല്യ സ്നേഹം നൽകി നെഞ്ചിലെ ചൂട് തന്ന് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ ഈ ദൈവമുള്ളത് കൊണ്ട് ഉറപ്പോടെ ഇരിക്കും മക്കളെ.
ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിങ്ങൾ ജീവിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രതികൂലത്തിൽ, നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ സങ്കടത്തിൽ ദൈവം ഉറപ്പായി കൂടെയുണ്ട്. നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, ഉറപ്പോടെ ധൈര്യത്തോടെ ദൈവത്തോട് നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആകയാൽ അത്ഭുതം കാണുവാൻ ഉറപ്പോടെ നമുക്ക് നിൽക്കാം, ധൈര്യത്തോടെ നിൽക്കാം. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ നിലവിളിക്കുമ്പോൾ മോശയ്ക്ക് ദൈവത്തിന്റെ ആലോചന പറയുന്നു, ജനത്തോട് പറയാം, ഉറപ്പോടെ നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തെന്ന് കാണണമെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ഉറപ്പ് വേണം. ഇന്ന് പകൽ വേളയിൽ ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കാണണമെങ്കിൽ നമ്മൾ വ്യാകുലത വിട്ട് ഉറപ്പോടെ പ്രത്യാശയോടെ അതേ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നുവെന്നുള്ള ആ പ്രത്യാശയും ഉറപ്പും നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.